കഥ തുടരുന്നു. സോനു ഹോസ്പിറ്റൽ മുറിയിൽ മരവിച്ചു നിന്നു. ദുഃഖവും അപമാനവും രോഷവും ദയനീയവുമെല്ലാം കൂടി അവളുടെ മനസ്സിനെ മതിക്കുകയാണ്. ഇതുവരെ റോണിയിൽ നിന്നും അജേഷിൽ നിന്നും താൻ മറച്ചു വെച്ചിരുന്ന ജീവിതത്തിന്റെ ദുരന്ത ചിത്രം മലർക്കെ തുറന്നു കാട്ടിയിട്ടാണ് അനിൽ ചേട്ടൻ പോയത്. നിശ്ചലം ഭിത്തിയിൽ ചാരി നിന്നിരുന്ന സോനുവിന്റെ അടുത്തേക്ക് റിങ്കുമോൾ മെല്ലെ നടന്നെത്തി. ആൻറ്റി, ആൻറ്റി, അതാരാ? ഭ്രാന്തനാണോ? റിങ്കുമോൾ ഭീതിയോടെ തിരക്കി. അല്ല മോളെ, അത് സോനു ആൻറ്റിയുടെ ചേട്ടനാ, സോനു ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. അയ്യേ, ചീത്ത ചേട്ടനാ, കള്ളുകുടിയനാ. റിങ്കുമോൾക്ക് പേടിയായി. സോനു റിങ്കുമോളുടെ നെറുകയിലും കവിളിലും തലോടുകയും അവളെ ചേർത്തണക്കുകയും ചെയ്തു. മോൾ പേടിക്കേണ്ട കേട്ടോ, എൻ്റെ ചേട്ടൻ പോയി, വരികയില്ല ഇനി ഒരിക്കലും, സോനു പറഞ്ഞു. സോനുവിനെ കൂടുതൽ വിഷമിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും കൂടി റിങ്കുമോൾ പറഞ്ഞേക്കുമോ എന്ന് ഭയന്ന് അജേഷ് അവളെ തൻ്റെ അടുത്തേക്ക് പിടിച്ചു മാറ്റി. അപ്പോൾ പരിശോധനകൾക്കായി സിസ്റ്റർ ഡോക്ടർ പവിത്രയും അസിസ്റ്റന്റ് സർജൻ ഹരിപ്രസാദും ഒരു നഴ്സും റൂമിലേക്ക് കയറി വന്നു. അജേഷും സോനുവും മുറിയിൽ നിന്നിറങ്ങി. റിങ്കുമോൾ അവൾക്ക് വാങ്ങിയ പുത്തൻ വസ്ത്രങ്ങൾ നോക്കി കണ്ടുകൊണ്ട് ബെഡിലിരുന്നേയുള്ളൂ. ഇടനാഴിയിൽ ചിന്താഭാരത്തോടെ തലകുഞ്ചു നിന്ന സോനുവിൻ്റെ അടുത്തേക്ക് അജേഷ് നീങ്ങി നിന്നു. സോനു, ചേട്ടനെ പറഞ്ഞ് ഇറക്കി വിടണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഇത്രയും അകലെ യാത്ര ചെയ്തു വന്നതല്ലേ? ഇവിടെ കിടന്ന് നാടകം കളിക്കുന്നത് കണ്ടു മതിയായില്ലേ? സ്വയം നശിച്ചു, വീടും നശിപ്പിച്ചു, മക്കളെ പെരുവഴിയിലാക്കി. ഉണ്ടായിരുന്ന വീടും ഇത്തിരി മണ്ണും ബ്ലേഡുകാർക്ക് വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുടിച്ച് കൂത്താടി നടക്കുക. കയ്യിലുള്ളത് തീരുമ്പം എവിടെയെങ്കിലും ചെന്ന് ഒടുങ്ങും. സോനുവിൻ്റെ അപ്പനും അമ്മയൊക്കെ? അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചു. അമ്മ വർഷങ്ങളായിട്ട് ഒരു ശരണാലയത്തിലുണ്ട്, മാനസിക രോഗിയ. സോനു കരച്ചിടക്കാൻ പാടുപെട്ടു. തൻ്റെ ചോദ്യങ്ങളെല്ലാം അധികമായെന്ന് അജേഷിന് തോന്നി. തകർച്ചയുടെ കയങ്ങളിൽ ആണ്ടുപോയ ഇവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? ഇല്ല, തനിക്കതിന് കഴിയില്ല. നിമിഷങ്ങളോളം അവർ നിശബ്ദരായി തന്നെ നിന്നു. അജേഷ് ചേട്ടാ, സോനു വിളിച്ചു. എന്താ സോനു, എന്നോടിപ്പോൾ വെറുപ്പായി ഇല്ലേ? അവൾ ദീനഭാവത്തോടെ ചോദിച്ചു. ഇല്ല, ഒരു വെറുപ്പുമില്ല. എനിക്ക് അതിശയമാണ്, അത്ഭുതമാണ് സോനുവിനെ പറ്റി. ഈ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിലും ഇവിടെ റോണിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. അജേഷ് ചേട്ടൻ്റെ മനസ്സിൽ ഒത്തിരി നന്മയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ സാഹചര്യങ്ങളെല്ലാം കേട്ടപ്പോൾ റോണിക്ക് എന്ത് തോന്നിക്കാണും? ഇതുപോലെയൊക്കെ ജീവിത സാഹചര്യമുള്ള ഒരു പെണ്ണിനെ വിശ്വസിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കില്ലേ? റോണി പാവമാണ്, നല്ലവനാണ്. സോനുവിനെക്കുറിച്ച് ഓർത്ത് അവൻ്റെ നെഞ്ചു പിടുകയായിരിക്കും ഇപ്പോൾ. ഇത്തിരി നേരം പോലും സോനുവിനെ കാണാതെ ജീവിക്കാനാവാത്ത അവസ്ഥയിലാണ് അവനിപ്പോൾ. ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ആർമാദിച്ച് ജീവിച്ച മനുഷ്യനാണ്. ബന്ധുക്കൾക്കെല്ലാം പ്രിയപ്പെട്ടവൻ. ധാരാളം സ്നേഹിതരും ഉണ്ടായിരുന്നു. വീണു പോയപ്പോഴത്തെ അവസ്ഥ സോനുവിനറിയില്ലേ? ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും ജീവിതം ഇതാണ്. സത്യത്തിൽ അനിൽച്ചേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് തിരക്കി പിടിച്ചെത്തിയതാ. ഞാൻ വെല്ലൂർക്കാണെന്ന് പറഞ്ഞു പോന്താ. എവിടെയാ എന്താന്നൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാകും. ചേച്ചി പിഴച്ചവളായതുകൊണ്ട്, പാവപ്പെട്ടവളായതുകൊണ്ടും എന്നെപ്പറ്റിയും പല കഥകളും നാട്ടിൽ പ്രചരിക്കുന്നുണ്ടാകും. മോഹനൻ ചേട്ടനും ഞങ്ങൾ കാരണം ചീത്തപ്പേരുണ്ടായി. ആ നല്ല മനുഷ്യൻ അതൊന്നും വകവയ്ക്കുന്നില്ല. സോനുവിൻ്റെ ചേട്ടന് ഒരു വല്ലാത്ത മട്ടും ഭാവമാണ് കണ്ടത്. എനിക്കും തോന്നി എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചതുപോലുണ്ട്. ഇനി തമ്മിൽ കാണുകയില്ലെന്നും പറഞ്ഞു. ഞാൻ ചെന്ന് വിളിക്കണോ? തിരക്ക് കണ്ടുപിടിക്കണോ? അജേഷ് ആത്മാർത്ഥതയോട് ചോദിച്ചു. വേണ്ട, ചേട്ടൻ സ്വയം വരുത്തിവെച്ച വിധിയാണ്. ആർക്കും അത് മാറ്റാനാവില്ല. പോയിക്കോട്ടെ, എങ്ങോട്ടെങ്കിലും. അത് പറയുമ്പോൾ സോനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റോണിയുടെ മുറിയിൽ നിന്നും സിസ്റ്റർ പവിത്രയും ഡോക്ടർ ഹരിപ്രസാദും നഴ്സും പുറത്തേക്കിറങ്ങിയപ്പോൾ സോനു ഷോൾ കൊണ്ട് മുഖമമർത്തി തുറച്ചു. മുഖത്തെ ദുഃഖഭാവം അകറ്റാൻ അവൾ പാടുപെട്ടു. മിസ്റ്റർ അജേഷ്, ഉച്ചകഴിഞ്ഞ് എന്നെ ക്യാബിനിൽ വന്ന് കാണണം. റോണിയുടെ ഓപ്പറേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാനാണ്, സിസ്റ്റർ പവിത്ര അറിയിച്ചു. ഞാൻ വരാം സിസ്റ്റർ, അജേഷ് പറഞ്ഞു. ഡോക്ടർ സംഘം അകന്നു പോയപ്പോൾ അജേഷും സോനുവും മുറിയിലേക്ക് തിരികെ കയറി. ഇന്ന് പുതിയൊരു ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു. ഏറെ നേരം പരിശോധിച്ചു. മിക്കവാറും നാളെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർ സക്കറിയ മാത്യു എത്തുമെന്ന് സിസ്റ്റർ പറഞ്ഞു. റോണി സൂചിപ്പിച്ചു. ഓപ്പറേഷൻ ഇനിയധികം നീളുമെന്ന് തോന്നുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഡോക്ടർ സിസ്റ്ററെ ക്യാബിനിൽ ചെന്ന് കാണുന്നുണ്ട് ഞാൻ, അജേഷ് പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകട്ടെ. സോനു, എനിക്കിപ്പോൾ ഒരു സ്ട്രോങ് കോഫി കൂടി കുടിക്കാൻ തോന്നുന്നു. വാങ്ങിച്ചുകൊണ്ട് വരുമോ? റോണി അവളെ നോക്കി. ഇപ്പോൾ കൊണ്ടുവരാം, ഏറിയാൽ 10 മിനിറ്റ്. അങ്ങനെ പറഞ്ഞ് സോനു ഫ്ലാസ്കും എടുത്ത് ക്യാൻറ്റീനിലേക്ക് പോയി. റിങ്കുമോൾ ബെഡിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. റോണി സവിശേഷമായ ഭാവത്തോടെ അജേഷിനെ നോക്കി. അജേഷേ, ഞാൻ സോനുവിനെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. ചില കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിക്കാനുണ്ട്, റോണി പറഞ്ഞു. അജേഷിന് ഇത്തിരി ആകാംക്ഷയുണ്ടായി. എന്തായിരിക്കും റോണിക്ക് സോനു കേൾക്കാതെ പറയാനുള്ളത്? സോനുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ബോധ്യമായി അല്ലേ? അജേഷ് പറഞ്ഞു. അതെ, മുറിയിൽ കയറി വന്ന ആ മനുഷ്യൻ പറയുന്നത് കേട്ടു ഞാൻ അമ്പരന്ന് പോയി. എത്ര ദയനീയമായ സാഹചര്യങ്ങളുമാണ് അവളുടേത്. എന്നേക്കാൾ വലിയ ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത് അവളാണ്.
ഒന്നും പ്രകടിപ്പിക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ പ്രസരിപ്പോടെ എന്നെ പരിചരിക്കുന്നത് റോണി അതിശയിച്ചു. ഇവിടെ നമുക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് അവൾ ചേട്ടനെ പറഞ്ഞിറക്കി വിട്ടത്. ഡ്രൈവർ മോഹനൻ തൻ്റെ പെങ്ങളെ എവിടെ കൊണ്ട് ആണ് ആക്കിയിരിക്കുന്നതെന്നറിയാൻ തിരക്കി പിടിച്ചെത്തിയതാ. അവൾ സുരക്ഷിതയാണെന്ന് അറിഞ്ഞല്ലോ. ഇനി ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. റോണി ദീനഭാവത്തിൽ അജേഷിനെ നോക്കി. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അവൾക്കറിയാം. സോനുവിൻ്റെ അമ്മ വർഷങ്ങളായി മാനസിക രോഗിയാണ്. കോട്ടയത്തെ ഏതോ ശരണാലയത്തിലാണവർ, അജേഷ് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ആരുമില്ല? അജേഷേ, 2-3 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ഓപ്പറേഷൻ നടക്കും. ഒരു മേജർ ഓപ്പറേഷന് പോകും മുമ്പ് ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തീരുമാനമെടുക്കണ്ടേ ഞാൻ? അത്തരം ചിന്തകളൊന്നും ഈ അവസരത്തിൽ വേണ്ട റോണി. നടക്കുന്നത് മാത്രം ചിന്തിക്കുക. സ്വയം മറന്ന് നിന്നെ ശുശ്രൂഷിക്കുന്ന സോനുവിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്ക്. നിന്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ അവൾ എന്തായാലും ചെയ്യുന്നു. എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായത് സ്നേഹമല്ലേ? ദൈവം സോനുവിലൂടെ അത് സമൃദ്ധമായി നിനക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത്. എനിക്കിപ്പോൾ വലിയ കടപ്പാട് ശേഷിക്കുന്ന കുറേ പേരുണ്ട്. സോനു, അജേഷ്, സിസ്റ്റർ പവിത്ര, ഡ്രൈവർ മോഹനൻ, എൻ്റെ പപ്പ. ഇവരോടൊക്കെ ഇത്തിരി പ്രതിസ്നേഹം കാണിക്കണം. പേരിലുള്ള സ്വത്ത് സംബന്ധിച്ച് ഒരു വിൽപത്രം തയ്യാറാക്കാൻ നീ എന്നെ സഹായിക്കണം. നീ എന്താണ് പറയുന്നത്? ഇപ്പോഴതിൻ്റെയൊന്നും ആവശ്യമില്ല. നിനക്ക് കടപ്പാടുണ്ടെന്ന് പറയുന്നവരാരും സ്വത്ത് മോഹിച്ച് അടുത്തവരല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിന്. സോനുവിൻ്റെ സ്നേഹത്തിനും സിസ്റ്റർ പവിത്രയുടെ ആത്മാർത്ഥതയ്ക്കും ഡ്രൈവർ മോഹനൻ്റെ നല്ല മനസ്സിനും നിന്റെ പപ്പയുടെ മകനോടുള്ള സ്നേഹത്തിനും പണവും സ്വത്തും പകരമാകുമോ? അതെല്ലാം എനിക്കറിയാം. എങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കും മുമ്പ് എൻ്റെ സ്വത്ത് സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നാൽ മനസ്സമാധാനം ഉണ്ടാകില്ലടാ. ഏറ്റവും പ്രധാനം ഒന്നുണ്ട്. സോനുവിന് ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കണം. റോണി, സോനുവിനെ ഓർത്ത് നീ ഇപ്പോൾ വിഷമിക്കണ്ട. നീയോ ഞാനോ പറഞ്ഞോ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ മാത്തുക്കുട്ടി എങ്കിൽ തയ്യാറാകും. ഒരുപക്ഷെ നീ മനസ്സിലാക്കിയതിനേക്കാൾ ആ മനുഷ്യനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നേരത്ത് നല്ലത് മാത്രം ചിന്തിക്കേ. ഓപ്പറേഷൻ വിജയിക്കും റോണി. നീ എഴുന്നേറ്റ് നടക്കും. എൻ്റെ മനസ്സങ്ങനെ തന്നെ പറയുന്നു. അജേഷ് റോണിയുടെ കൈത്തണ്ടയിൽ അല്പം ഇറുകെ പിടിച്ചു. അജേഷ് കാണാനെത്തിയപ്പോൾ സിസ്റ്റർ ഡോക്ടർ പവിത്ര അസിസ്റ്റന്റ് സർജൻ ഹരിപ്രസാദുമായി ഗൗരവമായ ഡിസ്കഷനിലായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ ഹരി ഇറങ്ങിപ്പോയതിനു ശേഷമാണ് അജേഷ് അകത്ത് കയറിയത്. അജേഷ്, ഞങ്ങൾ റോണിയുടെ ഓപ്പറേഷന് വേണ്ടി ചെയ്യേണ്ട അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പ്രൊഫസർ സക്രിയ മാത്യു അമേരിക്കയിൽ നിന്നും ഇന്നലെ കൊച്ചിയിലെത്തി. അവിടെ ഒരു ആശുപത്രിയിലുള്ള ബന്ധുവിൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. അദ്ദേഹം നാളെ ഇവിടെ എത്തും, സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ റോണിയുടെ ഓപ്പറേഷൻ ഉടനെ ഉണ്ടാകുമല്ലേ ഡോക്ടർ? അജേഷ് ഉദ്യോഗത്തോടെ തിരക്കി. ഉണ്ടാകും. അതിനു മുമ്പായി കുറേ പണം കെട്ടിവയ്ക്കണം. അനുമതി പത്രം ഒപ്പിട്ട് തരാൻ റോണിയുടെ പപ്പയെ തന്നെ വരുത്തുകയും വേണം. പണം എപ്പോഴും റെഡിയാണ് ഡോക്ടർ. പിന്നെ സമ്മതപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് തന്നാൽ പോരെ ഡോക്ടർ? അജേഷ്, നമ്മളിവിടെ റോണിക്ക് നടത്താൻ പോകുന്നത് മേജറായൊരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ഈ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തേണ്ട എന്ന അഭിപ്രായക്കാരായ ഒരു വിഭാഗം ഡോക്ടർമാർ തന്നെയുണ്ട് ഇവിടെ. എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ മുഴുവൻ പ്രഷറും താങ്ങാൻ ഇതിന് ഒത്താശ ചെയ്യുന്ന ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റോണിയുടെ സമ്മതപത്രത്തിൽ ഫാദറോ മദറോ ബ്രദറോ തന്നെ വേണം ഒപ്പിടുവാൻ, സിസ്റ്റർ പവിത്ര ഗൗരവത്തിൽ പറഞ്ഞു. മനസ്സിലായി ഡോക്ടർ. ഞാൻ അത്രയും നേരത്തെ മാത്തുക്കുട്ടി അങ്കിളിനെ സ്ഥലത്തെത്തിക്കാം. അജേഷ് സമ്മതം അറിയിച്ചു. ഒരു കാര്യം കൂടി, ഓപ്പറേഷൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഞാൻ റോണിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം പ്രതീക്ഷിക്കാത്തത് എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കരുതിയാൽ മതി. സിസ്റ്റർ മൃദുവായി പുഞ്ചിരിച്ചു. അജേഷിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ആപൽ സൂചന മെല്ലെ അരിച്ചു കയറി. രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സക്രിയ മാത്യു വെല്ലൂർ ഹോസ്പിറ്റലിലെത്തി. ഫോർച്യൂണർ കാറിൽ വന്നിറങ്ങിയ അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റർ രാജഗോപാലും സിസ്റ്റർ ഡോക്ടർ പവിത്രയും ചേർന്ന് സ്വീകരിച്ചു. ഡോക്ടർ എന്നാണ് നാട്ടിലെത്തിയത്? അഡ്മിനിസ്ട്രേറ്റർ പുഞ്ചിരിയോടെ തിരക്കി. ഞാൻ മിനിഞ്ഞാന്നെത്തി. എറണാകുളത്ത് ഒരു റിലേറ്റീവിൻ്റെ ഓപ്പറേഷൻ നടത്താനുണ്ടായിരുന്നു. അത് ഇന്നലെ കഴിഞ്ഞു, ഡോക്ടർ പറഞ്ഞു. ഞങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർ ഇവിടെ വന്നതിന് ഒത്തിരി നന്ദി. ഇവിടെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരാൻ ഡോക്ടറുടെ ശിക്ഷ കൂടിയായ സിസ്റ്റർ പവിത്രയെയും അസിസ്റ്റന്റ് സർജൻ ഹരിപ്രസാദിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ അടുത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. വരട്ടെ? അഡ്മിനിസ്ട്രേറ്റർ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. സിസ്റ്റർ പവിത്ര ഡോക്ടർ സക്രിയ മാത്യുവിനെ തൻ്റെ ക്യാബിനിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ തൻ്റെ കസേരയിൽ ഗുരുനാഥനെ സിസ്റ്റർ നിർബന്ധിച്ചിരുത്തി. എന്താ ഡോക്ടർ കുടിക്കാൻ എടുക്കേണ്ടത്? സിസ്റ്റർ ഭവ്യതയോടെ ചോദിച്ചു. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം മതി, ഡോക്ടർ സക്രിയ പറഞ്ഞു. എങ്കിൽ അതിവിടെ തന്നെയുണ്ട്. അങ്ങനെ പറഞ്ഞ് മുറിയിലുണ്ടായിരുന്ന മൺകൂച്ചയിൽ നിന്നും ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അദ്ദേഹത്തിന് നൽകി. ഡോക്ടർ താല്പര്യപൂർവ്വം അത് കുടിച്ചു തീർത്തു. നല്ല വെള്ളം. മൺകൂച്ചയൊക്കെ ഇപ്പോഴും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഡോക്ടർ തിരക്കി. ഉണ്ട്, ഉപയോഗിക്കുന്നവർ തീരെ കുറവാണെന്നേ ഉള്ളൂ, സിസ്റ്റർ പറഞ്ഞു.
കൊച്ചു സിസ്റ്റർ ബഹുമാനിച്ചത് മതി. ഇനി ആ കസേരയിലേക്ക് ഇരിക്കെ, നമുക്കല്പം സംസാരിക്കാനുണ്ടല്ലോ. സിസ്റ്റർ പവിത്ര അനുസരണയോടെ ഗുരുദാദിനെതിരെ കിടന്ന കസേരയിൽ കടന്നിരുന്നു. സിസ്റ്റർ പവിത്രയുടെ മുഖമാകെ മങ്ങിയിരിക്കുന്നത് പോലെ ഡോക്ടർക്ക് തോന്നി. പഠനകാലത്ത് പ്രസന്നതയുടെയും പ്രസരിപ്പിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാവം മാത്രമേ ഈ മുഖത്ത് കണ്ടിരുന്നുള്ളൂ. എന്താ കൊച്ചു സിസ്റ്റർ ഇത്? ആകെ ഒരു വാട്ടം മുഖത്ത്. ഇല്ല ഡോക്ടർ, എനിക്കൊന്നുമില്ല. നല്ല ജോലി തിരക്കുണ്ട് ഇവിടെ. അതിൻ്റെ ക്ഷീണമാകും മുഖത്ത്. ജോലി തിരക്കിൻ്റെ അല്ല, കുരിശ് ചുമക്കുന്നതിൻ്റെ ഭാവമാണ് ഞാൻ കാണുന്നത്. എന്താ പ്രോബ്ലം? എന്നോടൊന്നും വിളിക്കണ്ട. ഒരു കുടുംബിനിയാണെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ ഭർത്താവിനോട് പറയാം, മാതാപിതാക്കളോട് പറയാം, സഹോദരങ്ങളോടും മനസ്സും തുറക്കാം. ഒരു സന്യാസിനിക്ക് പക്ഷേ നൊമ്പരങ്ങൾ സ്വന്തം ഹൃദയത്തിൽ തന്നെ ഒരുക്കേണ്ടി വരും. എനിക്കറിയാം കൊച്ചു സിസ്റ്ററെ. അത്രയുമായപ്പോൾ ഇടറിപ്പോയി സിസ്റ്റർ പവിത്ര. ഹോസ്പിറ്റലിലെ റോണിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ അവൾ ഡോക്ടർ സക്രിയ മാത്യുവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടു ഡോക്ടർ തെല്ലുനേരം കണ്ണടച്ചു നിശബ്ദനായിരുന്നു. കൊച്ചു സിസ്റ്ററെ, റോണി എന്ന പേഷ്യൻറ്റിനെ ഞാൻ അറിയില്ല, കണ്ടിട്ടില്ല. എനിക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല. അയാൾ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോണിയെപ്പോലെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ടായിരിക്കും. അവരെയെല്ലാം രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കാൻ പോലും ഒരു ഡോക്ടർക്കും കഴിയില്ല. ഞാൻ പക്ഷേ ഓപ്പറേഷൻ നടത്തി തരാൻ അമേരിക്കയിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നു. അത് സിസ്റ്ററിനോടുള്ള സ്നേഹം കൊണ്ടാണ്. 70 കഴിഞ്ഞ എനിക്ക് സിസ്റ്ററിനോട് തോന്നുന്ന സ്നേഹത്തെ ലോകത്തുള്ളവർ എങ്ങനെ വിലയിരുത്തിയാലും എനിക്കത് പ്രശ്നമല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ രൂപമാണ് സ്നേഹം. ആത്മാവിലേക്ക് സാധനത്തിൻ്റെ ഒരു കുളിർക്കാറ്റ് വീശുന്നത് പോലെ സിസ്റ്റർ പവിത്രയ്ക്ക് തോന്നി. ഡോക്ടർ, ഞാൻ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അമിതമായ താല്പര്യം എൻ്റെ സന്യാസ ജീവിതത്തിലെ ഒരു വീഴ്ചയായേക്കുമോ എന്ന് ചില സമയങ്ങളിൽ സംശയമുണ്ടാകുന്നു. വേണ്ട, അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. സിസ്റ്റർ പവിത്രയുടെ ചിന്തകളും പ്രവൃത്തികളും ശരിയാണ്, പൂർണ്ണമായും ശരി. എനിക്ക് പേഷ്യൻറ്റിനെ പരിശോധിക്കണം. ഒരു തവണ കൂടി സ്കാനിങ് നടത്തുകയും വേണം. അതിൻ്റെ റിസൾട്ട് കൂടി കണ്ടിട്ട് മാത്രമേ ഓപ്പറേഷനെ കുറിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ, ഡോക്ടർ സക്രിയ മാത്യു പറഞ്ഞു. ശരി ഡോക്ടർ, നമുക്ക് പേഷ്യൻറ്റിൻ്റെ മുറിയിലേക്ക് പോകാം. സിസ്റ്റർ പവിത്രയും ഒപ്പം ഡോക്ടർ സക്രിയ മാത്യുവും എഴുന്നേറ്റു. ഡ്യൂട്ടി റൂമിൽ നിന്നും ഒരു സീനിയർ നഴ്സിനെയും കൂട്ടി അവർ റോണിയുടെ റൂമിന് നേർക്ക് നടന്നു. അവൻ്റെ റൂമിൻ്റെ ഡോർ പാതി തുറന്നാണ് കിടന്നിരുന്നത്. മെല്ലെ തട്ടിയിട്ട് അകത്ത് കയറി. സോനു ചോറും കറികളും റോണിക്ക് സ്പൂണിൽ കോരിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ സംഘം റൂമിലേക്ക് കടന്നു ചെന്നത്. അവൾ ധൃതിയിൽ അവൻ്റെ ചുണ്ടുകൾ തുടച്ചിട്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങി. നഴ്സ് റൂമിൻ്റെ വാതിലടച്ച് ബോൾട്ടിട്ടു. ഇടനാഴിലേക്ക് ഇറങ്ങിയ സോനുവിന് നേരിയ സംഭ്രമം അനുഭവപ്പെട്ടു. റോണിയെ പരിശോധിക്കാൻ എത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടർ തന്നെ. പാൻറ്റും ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച മെലിഞ്ഞ ഉയരം കൂടിയ നരച്ച താടിക്കാരൻ ഡോക്ടർക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ കണ്ടു. അജേഷും റിങ്കുമോളും കാൻറ്റീനിലേക്കോ മറ്റോ പോയിരിക്കുകയാണ്. സോനു തിരക്കപ്പെട്ട് അജേഷിനെ മൊബൈലിൽ വിളിച്ചു. അജേഷ് ചേട്ടാ, ഇതെവിടെയാ? സോനു വെപ്രാളത്തോടെ തിരക്കി. ഞാനിവിടെ ബാങ്കിൻ്റെ ATMിൽ നിന്നും പണമെടുക്കാൻ എത്തിയതാ. നല്ല തിരക്കുണ്ട്. ഇവിടെ അമേരിക്കയിലെ ഡോക്ടർ വന്നിരിക്കുന്നു. ഇപ്പോൾ റൂമിലുണ്ട്. റോണിയെ പരിശോധിച്ചു കൊണ്ടിരിക്കുക. വേഗം വരണേ. കഴിയുന്നതും വേഗം വരാം. അജേഷ് ഫോൺ കട്ടാക്കി. ഇടനാഴിയിൽ തനിയെ നിൽക്കുമ്പോൾ സോനുവിന് വല്ലാത്ത ടെൻഷൻ അനുഭവപ്പെട്ടു. റോണിയുടെ വിധി നിശ്ചയിക്കപ്പെടുന്ന ഓപ്പറേഷൻ്റെ ദിവസവും മണിക്കൂറുകളും സമീപത്തെത്തിയിരിക്കുന്നു. വീട്ടിൽ നിന്നുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല. സമ്മതപത്രത്തിൽ അച്ചായൻ തന്നെ ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. അദ്ദേഹം എത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാകും. ദൈവമേ, എല്ലാം ഭംഗിയായി നടക്കണേ, സോനു മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇടനാഴിയിലൂടെ 60 മേൽ പ്രായം തോന്നിക്കുന്ന ജുബ്ബാധാരിയും ചുരിദാർ ധരിച്ച യുവതിയും നടന്നെത്തി. അവർ റൂം നമ്പർ ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് നിന്നു. യുവതി അടഞ്ഞു കിടന്ന വാതിലിൽ മുട്ടുന്നത് കേട്ട് സോനു അടുത്തേക്ക് ചെന്നു. അകത്ത് ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെ നിന്നാ? സോനു തിരക്കി. ഞാൻ കൊന്നയ്ക്കൽ തോമസ്. ഇതെൻ്റെ മകൾ നിഷ. ഇവളുടെ ഭർത്താവിൻ്റെ അനുജന റോണി, അയാൾ പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടറാ ഇപ്പോൾ അകത്തുള്ളത്. അദ്ദേഹം പരിശോധിച്ചിട്ട് ഓപ്പറേഷൻ്റെ കാര്യം തീരുമാനിക്കും. കുട്ടി റോണിയുടെ ആരാ? അയ്യോ, ഞാൻ ആരുമല്ല. ഇവിടെ കൂടെ നിൽക്കുന്നയാളാ. വേറെ ബന്ധുക്കൾ ആരും ഇവിടെ ഇല്ലേ? തോമസ് തിരക്കി. റോണിയുടെ ഒരു കസിൻ അജേഷ് ചേട്ടനുണ്ട് ഇവിടെ. പുള്ളിക്കാരൻ്റെ 3 വയസ്സുള്ള മോളുമുണ്ട്. ഇപ്പോൾ ഓപ്പറേഷന് വേണ്ട പണമെടുക്കാനും മറ്റുമായി പുറത്തേക്ക് പോയതാ. എന്നാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു മകളോടൊപ്പം അയാൾ നടന്നു മാറി. നിഷ സോനുവിനോടൊന്നും മിണ്ടിയില്ലെങ്കിലും അവളെ അടിമുടി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ടോണി ഈ പെണ്ണിനെയും അച്ചായനെയും ബന്ധപ്പെടുത്തി ആക്ഷേപം പറഞ്ഞിട്ടുള്ളത് അവൾ ഓർത്തു. പപ്പയോട് അവൾ അത് പറഞ്ഞില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റോണിയുടെ റൂമിൽ നിന്നും ഡോക്ടർ സക്രിയ മാത്യുവും സിസ്റ്റർ പവിത്രയും നേഴ്സും പുറത്തു വന്നു. സോനു സിസ്റ്ററുടെ അടുത്തേക്ക് ചെന്നു. സോനു, അജേഷ് എവിടെ? സിസ്റ്റർ തിരക്കി. ക്യാഷ് എടുക്കാൻ ബാങ്കിൽ പോയതാ. റോണിയുടെ പപ്പയും മറ്റും ഇങ്ങോട്ട് തിരിച്ചോ? അറിയാമോ? പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു. മിക്കവാറും വൈകുന്നേരത്തേക്ക് എത്തും. സിസ്റ്റർ ഡോക്ടർ പവിത്ര പേന മുഖത്തമർത്തി ഒരു നിമിഷം ചിന്താധീനയായി നിന്നു. സോനു, റോണിയെ ഉടനെ തന്നെ ബോഡി സ്കാനിങ്ങിനായി കൊണ്ടുപോകും.
അതിൻ്റെ റിസൾട്ട് കൂടി അറിഞ്ഞിട്ടായിരിക്കും ഓപ്പറേഷനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത്. വൈകുന്നേരം 5:30 അജേഷിനോട് എന്നെ വന്ന് കാണണമെന്ന് പറയണം, സിസ്റ്റർ നിർദ്ദേശിച്ചു. പറയാം സിസ്റ്റർ, സോനു പറഞ്ഞു. ഡോക്ടർ സക്രിയ മാത്യുവും സിസ്റ്റർ പവിത്രയും തമ്മിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് ഇടനാഴിയിലൂടെ നടന്നകന്നു. റോണിയുടെ റൂമിലേക്ക് കൊന്നയ്ക്കൽ തോമസും മകൾ നിഷയും കയറി ചെന്നു. അവർക്കു പിറകെ സോനുവും അകത്തേക്ക് കയറി. മോനെ റോണി, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് 4 ദിവസമേ ആയുള്ളൂ. എങ്ങനെയുണ്ടിപ്പം? കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് തോമസ് തിരക്കി. എഴുന്നേൽക്കാനോ തിരിഞ്ഞു കിടക്കാനോ അനങ്ങാനോ പറ്റുന്നില്ല. നട്ടെല്ലിന പരിക്ക്. ഓപ്പറേഷൻ വേണമായിരിക്കും. അതെ. നിഷ ചേച്ചി ആ കസേരയിലേക്ക് ഇരിക്കേ. റോണി നിഷയെയും പരിഗണിച്ചു. ഇരുന്നോളാം. വേദനയുണ്ടോ റോണി? നിഷ തിരക്കി. 2 ദിവസത്തേക്ക് നല്ല വേദനയുണ്ടായിരുന്നു, ഇപ്പം കുറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു. ഇപ്പോൾ ഇറങ്ങിപ്പോയ ആ വയസ്സൻ ഡോക്ടറാണോ ഇവിടുത്തെ പ്രധാനി? കൊന്നയ്ക്കൽ തോമസ് ചോദിച്ചു. അദ്ദേഹം സിസ്റ്റർ പവിത്രയുടെ ഗുരുവാണ്. അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി സിസ്റ്റർ വിളിച്ചു വരുത്തിയതാണ് അദ്ദേഹത്തെ. ആഹാ, അത് വളരെ നന്നായി. ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഒരു മഹാനാണെന്ന് എനിക്ക് തോന്നി. ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചോ റോണി? ഇല്ല, ചില പരിശോധനകൾ കൂടിയുണ്ട്. അതിനുശേഷമേ ഡേറ്റും സമയവും തീരുമാനിക്കൂ. റോണി, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തോമസ് ആത്മാർത്ഥമായി ചോദിച്ചു. ഒന്നും വേണ്ട. ഇവിടെ സോനുവും അജേഷും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് എന്നെ കാണാൻ വന്നല്ലോ. സന്തോഷമുണ്ട്. നിഷ ചേച്ചിയെയും കാണാൻ പറ്റി. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം ഓർത്താൽ മതി, റോണി പറഞ്ഞു. തോമസ് റോണിയുടെ കയ്യിൽ പിടിച്ചു. മോനെ, നിന്നെപ്പോലെ നല്ല മനസ്സുള്ള ഒരാൾക്ക് ഇതുപോലെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ബന്ധുക്കളും സ്നേഹിതരുമൊക്കെ നിന്നോട് നന്ദികേട് കാണിക്കുക. പണവും പ്രതാപവും വിജയമൊക്കെ വെട്ടിപ്പിടിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകും. കാലും നിടറിയാൽ നിലം പൊത്തിയാൽ തീർന്നു. ഇത് നിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും അവസ്ഥയാണ്. ഓരോന്നും കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയം തോന്നുന്നു. റോണി അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. സ്കാനിങ്ങും മറ്റു പരിശോധനകൾക്കുമായി റോണിയെ കൊണ്ടുപോകാൻ സ്ട്രെച്ചറുമായി സ്റ്റാഫ് എത്തിയപ്പോൾ കൊന്നയ്ക്കൽ തോമസും നിഷയും യാത്ര പറഞ്ഞു പോയി. അന്ന് വൈകുന്നേരം 5:30 തന്നെ അജേഷ് സിസ്റ്റർ ഡോക്ടർ പവിത്രയുടെ റൂമിലെത്തി. തീർത്തും മങ്ങിയ മുഖമായിരുന്നു സിസ്റ്ററിൻ്റേത്. അജേഷിനോട് ഒന്നും മിണ്ടാതെ അവർ സ്ഥലകാലം മറന്നിരിക്കുകയാണ്. സിസ്റ്റർ കാണണമെന്ന് പറഞ്ഞിരുന്നു. അജേഷ് മൗനം മുറിച്ചു. അതെ, ഒരു കാര്യം പറയാനാ. അജേഷ് ഉദ്വേഗം വർദ്ധിച്ചു. ഇന്ന് നടത്തിയ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ സക്രിയ മാത്യു ഒരു കാര്യം പറഞ്ഞു. വളരെ ഗൗരവമുള്ള ഓപ്പറേഷനാണ്. അത് ഫെയിലർ ആയാൽ റോണി മരിക്കും. ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറേ കൂടി ജീവിച്ചിരിക്കാം. എന്തു വേണമെന്ന് ബന്ധുക്കൾ എത്രയും വേഗം തീരുമാനിക്കണം. അജേഷിന് നടുക്കമുണ്ടായി. ഇക്കാര്യത്തിൽ ഡോക്ടർ സിസ്റ്ററിൻ്റെ അഭിപ്രായം എന്താണ്? ദുർബലമായ ശബ്ദത്തിൽ അജേഷ് ചോദിച്ചു. അജേഷെ, ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത് ഞാനാണ്. ഈ ഹോസ്പിറ്റലിലുള്ളവരുടെ അഭിപ്രായം റോണിയെ ഓപ്പറേഷനൊന്നും നടത്താതെ ഡിസ്ചാർജ് ചെയ്തു വിടാനായിരുന്നു. എൻ്റെ നിർബന്ധം മൂലമാണത് മാറ്റിയത്. ഓപ്പറേഷന് വേണ്ടി എൻ്റെ പ്രൊഫസറെ ഞാൻ വിളിച്ചു വരുത്തുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഓപ്പറേഷൻ സക്സസ് ആകാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് തന്നെ കണ്ടെത്തി. അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞോ? ഇല്ല. റിലേറ്റീവ്സിൻ്റെ തീരുമാനം അനുകൂലമെങ്കിൽ ഓപ്പറേഷൻ ഡോക്ടർ സക്രിയ മാത്യു നടത്തും. ഓപ്പറേഷൻ വിജയിച്ചാൽ റോണിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലേ ഡോക്ടർ? കഴിയും. പക്ഷേ പരാജയപ്പെട്ടാൽ, മരണം സംഭവിച്ചാൽ? ഓപ്പറേഷനിലൂടെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് റോണി ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലെത്തിയത്, നിരാശ മാറിയത്. അതെ, എല്ലാം എനിക്കറിയാം. വിജയങ്ങൾക്കെല്ലാം ഒരുപാട് അവകാശികളുണ്ടാകും. പരാജയത്തിൻ്റെ ഭാരം താങ്ങാൻ ഒരാളും ഉണ്ടാകില്ല. മാനേജ്മെൻറ്റും സഹപ്രവർത്തകരും റോണിയുടെ ബന്ധുക്കളുമൊക്കെ വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേർക്കായിരിക്കും. ആ സാഹചര്യം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? റോണിയുടെ മനസ്സെനിക്കറിയാം. ഈ നിലയിൽ തുടരുന്നതിനേക്കാൾ മരണമാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരവസ്ഥ എനിക്കാണെങ്കിൽ ഞാനും, സിസ്റ്ററിനാണെങ്കിൽ സിസ്റ്ററും അവ തന്നെയേ ആഗ്രഹിക്കുകയുള്ളൂ. അജേഷ്, റോണിയുടെ പപ്പ എപ്പോഴെത്തും? 1-2 മണിക്കൂറുകൾക്കുള്ളിലെത്തും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ഡോക്ടർ സക്രിയ മാത്യുവിനെ 2 ദിവസത്തിനകം മടങ്ങേണ്ടതുണ്ട്. അജേഷിനെ ഒരു സഹോദരനെ പോലെ കണ്ട് വിശ്വസിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഓപ്പറേഷൻ നടത്തണം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മാറേണ്ടി വന്നേക്കാം. എനിക്ക് സംഭവിക്കുന്നതെല്ലാം ദൈവത്തെ പ്രതി ഞാൻ സഹിക്കും. എവിടെയാണ് ഡോക്ടർ റോണിക്ക് പ്രധാന തകരാറ് സംഭവിച്ചിരിക്കുന്നത്? അജേഷ്, സുഷുമ്നയിലേക്കുള്ള വളരെ മൈന്യൂട്ടായ ഞരമ്പിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. പ്രസ്തുത ഞരമ്പ് പ്രവർത്തനക്ഷമമാക്കാനുള്ള ഓപ്പറേഷനാണ് വേണ്ടത്. പിഴവ് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. വിജയിക്കും ഡോക്ടർ. നമ്മൾ ആത്മാർത്ഥമായ ഏതു പരിശ്രമവും വിജയിച്ചിട്ടേയുള്ളൂ. അജേഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സിസ്റ്റർ ക്യാബിനിലെ ക്ലോക്കിലേക്ക് നോക്കി. 7 മണി. ഹോ, പ്രാർത്ഥനയ്ക്ക് സമയമായി. അജേഷിനെ യാത്രയാക്കിയിട്ട് സിസ്റ്റർ പവിത്ര നേരെ പോയത് കോൺവെൻറ്റിലെ ചാപ്പലിലേക്കാണ്. ഡോക്ടർ പവിത്ര അറിയിച്ച വിവരം സോനുവിനോട് പറയണമെന്ന് അജേഷ് തീരുമാനിച്ചു. അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ.
സോനുവും റോണിയും തമ്മിൽ ഗാഢമായ ഒരു ആത്മബന്ധം ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഓപ്പറേഷനോടെ അവൻ മരണപ്പെടാമെന്ന് അറിയുമ്പോൾ അവൾ തകർന്നു പോയേക്കാം. അവൾ പതറിയാൽ അത് നിശ്ചയമായും റോണിയെയും ബാധിക്കും. അജേഷ് എത്തുമ്പോൾ റൂമിന് വെളിയിൽ സോനു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അജേഷ് ചേട്ടാ, എത്ര വൈകിയത്? ഡോക്ടർ എന്തു പറഞ്ഞു? കണ്ടപ്പോൾ തന്നെ സോനു തിരക്കി. അവൻ അവളെ അല്പനേരം നിശബ്ദം നോക്കി നിന്നു. എന്തെങ്കിലും പറയാ അജേഷ് ചേട്ടാ? സോനു അവൻ്റെ ഉരത്തിൽ പിടിച്ചുലച്ചു. സോനു, ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം, പക്ഷേ നീ സമചിത്തത പാലിക്കണം. റോണിയുടെ മുമ്പിൽ സങ്കടത്തിൻ്റെ ലാഞ്ചന പോലും കാണിക്കരുത്. ഇല്ല, എന്തു തന്നെയായാലും ഞാൻ പിടിച്ചു നിൽക്കും. അതിനുള്ള കരുത്ത് എനിക്കുണ്ട്. ചുരുങ്ങിയ വാക്കുകളിലൂടെ അജേഷ് സോനുവിനെ വിവരം ധരിപ്പിച്ചു. അവളിൽ ഒരു നടുക്കമുണ്ടായി. ക്രമേണ മുഖത്ത് ദൃഢഭാവം തെളിഞ്ഞു. ഓപ്പറേഷൻ നടത്തണം അജേഷ് ചേട്ടാ. മരണസാധ്യതയുണ്ടെങ്കിലും അത് വേണ്ടെന്ന് വയ്ക്കരുത്, സോനു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. സോനു, അജേഷ് അവളെ വിസ്മയത്തോടെ നോക്കി. ഞാനിങ്ങനെ പറയുമെന്ന് അജേഷ് ചേട്ടൻ കരുതിയില്ല. അതെ, എൻ്റെയും നിൻ്റെയും അഭിപ്രായം അനുസരിച്ചല്ല ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അത് മാത്തുക്കുട്ടി അങ്കിളുടെ തീരുമാനം പോലെ ഇരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അജേഷ് ചേട്ടൻ എന്ത് പറയുന്നു? നിൻ്റെ അഭിപ്രായം തന്നെയാണ് എൻ്റേതും. വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ അമേരിക്കയിൽ നിന്നും എത്തിയത് എത്ര വലിയ കാര്യമാണ്. ഫെയിലർ ആകുമോ എന്ന് ശങ്കിച്ച് അദ്ദേഹത്തെ മടക്കി വിടുന്നത് മണ്ടത്തരമല്ലേ? എനിക്കുറപ്പുണ്ട് റോണിയുടെ ഓപ്പറേഷൻ വിജയിക്കും. എങ്ങനെ കിട്ടി സോനുവിന് ഈ ഉറപ്പ്? സകല നേരത്തും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം കൈവിടുകയല്ല അജേഷ് ചേട്ടാ. അജേഷ് വിരസമായി പുഞ്ചിരിച്ചു. ഞാനും അങ്ങനെയൊക്കെ കരുതിയിരുന്നവനാണ്. ദൈവത്തെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തിനെൻ്റെ ലിയായെ ദൈവം പിടിച്ചു പറിച്ചു? വെറും 3 വർഷമാണ് ഞങ്ങൾ ഒന്നിച്ച്. അജേഷ് വികാരധീനനായി. സങ്കടപ്പെടാത്ത അജേഷ് ചേട്ടാ, നമുക്ക് എന്തെല്ലാം ദുർവിധിയുണ്ടായാലും ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ നീതിയും നിയമവും ഒക്കെ മനുഷ്യനെ അറിയാൻ കഴിയില്ല. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ലിയ ചേച്ചി ഭാഗ്യവതിയാ. ഇപ്പോഴും എത്ര ഗാഢമായി അജേഷ് ചേട്ടൻ അവരെ സ്നേഹിക്കുന്നു. അജേഷ് ടവലെടുത്ത് മുഖം അമർത്തി തുറച്ചു. സോനു, ഓപ്പറേഷൻ നടത്തണമെന്ന് ചിന്തിക്കുന്നത് അവൻ രക്ഷപ്പെട്ട് എഴുന്നേൽക്കണമെന്ന വലിയ ആഗ്രഹം കൊണ്ടാണ്. ഇതുവരെയുള്ള റോണിയുടെ ജീവിതം ഒരു രാജകുമാരൻ്റേത് പോലെയായിരുന്നു. ഒന്നിനും കുറവില്ല. സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം എല്ലാം ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അവൻ ജീവിച്ചു. എല്ലാം തികഞ്ഞ ഒരു സുന്ദരി പെണ്ണിനെ കെട്ടണമെന്നായിരുന്നു മോഹം. ഒത്തിരി പെണ്ണുങ്ങളെ കണ്ടു. ആരെയും ഇഷ്ടമായില്ല. ഒടുവിൽ അങ്ങനെയൊന്നിനെ കണ്ടെത്തി. നിശ്ചയവും കഴിഞ്ഞു. അപ്പോഴാണിത് സംഭവിക്കുന്നത്. അവൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ കിടപ്പ് ഇങ്ങനെ വർഷങ്ങളോളം. അതെനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. അജേഷിൻ്റെ സ്വരമിടറി. ഓപ്പറേഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അജേഷിൻ്റെയും സോനുവിൻ്റെയും മനസ്സിൽ ഉത്കണ്ഠയും സങ്കടവും നിറയുകയായിരുന്നു. ഏതാനും നിമിഷം അവർ നിശബ്ദരായി നിന്നു. അജേഷ് ചേട്ടാ, സോനു വിളിച്ചു. എന്താ സോനു? ഓപ്പറേഷൻ ഏതെങ്കിലും സാഹചര്യത്തിൽ പരാജയപ്പെട്ടാൽ നമുക്ക് റോണിയെ എന്നേക്കുമായി നഷ്ടപ്പെടില്ലേ? നഷ്ടപ്പെടും. ഓപ്പറേഷൻ നടത്താതിരുന്നാൽ വർഷങ്ങളോളം ഇങ്ങനെ ജീവിക്കുമായിരിക്കുമല്ലേ? എന്താ സോനു, അഭിപ്രായം മാറ്റുകയാണോ? എനിക്കെന്താണെന്നറിയില്ല. നമ്മൾ റോണിയെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നത് പോലെ. അങ്ങനെ നമ്മൾ കൂടി ചിന്തിച്ചാൽ റോണിയുടെ കാര്യം കഷ്ടത്തിലാകും. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. തകർച്ചയുടെ അടിത്തട്ടിൽ നിന്നും റോണിയുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നത് സോനുവാണ്. ഈ സമയത്ത് അവന് കൂടുതൽ കരുത്ത് പകരണം, പ്രതീക്ഷ നൽകണം. സോനു, നിൻ്റെ മുഖത്ത് നിരാശയോ സങ്കടമോ ഒന്നും കാണിക്കരുത്, അജേഷ് ഉപദേശിച്ചു. ഇല്ല, വിഷമമൊക്കെ ഉള്ളിലൊതുക്കാൻ എനിക്ക് കഴിയും. ഓ, ഒത്തിരി നേരമായി നമ്മൾ പുറത്തിറങ്ങനെ. അകത്തേക്ക് ചെല്ലട്ടെ. സോനു തൃക്കവിട്ട് റൂമിലേക്ക് കയറി. അജേഷ് ആലോചനയിൽ മുഴുകി എഴുന്നാഴിയിൽ തന്നെ നിന്നതേയുള്ളൂ. പിന്നെ അയാൾ പുറത്തേക്ക് പോവുകയും ചെയ്തു. റൂമിലേക്ക് കയറിയ സോനു കണ്ടത് റോണിയുടെ ബെഡിൽ കയറിയിരിക്കുന്ന റിങ്കുമോളെയാണ്. അവൻ അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. അവൾ കൗതുകത്തോടെ ആ രംഗം നോക്കി നിന്നു. അങ്ങനെ മോട്ടുമുയൽ ഷേരുക്കടുവായെ ഒരു പാഠം പഠിപ്പിച്ചു. കഥ മോൾക്ക് ഇഷ്ടമായോ? കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് റോണി റിങ്കുമോളെ നോക്കി. ഇഷ്ടമായി. നല്ല കഥയാ. എൻ്റെ പപ്പയ്ക്ക് കഥയൊന്നും അറിയത്തില്ല. സോനു, എനിക്ക് കുറേ കഥ അറിയാം. ഇനി പറയാമോ അങ്കിളെ? റിങ്കുമോൾ കെഞ്ചി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അങ്കിള് വയ്യാത്ത ആളല്ലേ? റോണി പറഞ്ഞു. റിങ്കുമോൾ സങ്കടഭാവത്തിൽ തലയാട്ടി. അപ്പോൾ അപ്രതീക്ഷിതമായി മാത്തുക്കുട്ടിയും ഷേർലിയും മുറിയിലേക്ക് കടന്നു വന്നു. സോനു ആഹ്ലാദത്തോടെ അവരുടെ അടുത്തേക്ക് നീങ്ങി. ആഹാ, അച്ചായി നേരത്തെ എത്തിയല്ലോ, സോനു പറഞ്ഞു. ആ, ശരിക്കും ഓവർ സ്പീഡിലാണ് മോഹനൻ കാർ ഓടിച്ചത്. ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങണമെന്നല്ലേ അജേഷ് വിളിച്ചു പറഞ്ഞത്? മാത്തുക്കുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷേർലി വന്നപാടെ മകൻ്റെ കൈപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി നിന്നു. ഷേർലി, ദാ ഇങ്ങ് നോക്ക്, ഇതാണ് സോനു. നമ്മുടെ മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മിടുക്കിക്കുട്ടി. ഷേർലി പക്ഷേ തിരിഞ്ഞു നോക്കിയതേയില്ല. ഞാൻ എൻ്റെ മോനെ കാണാനാ വന്നേ, അവർ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഷേർലിയുടെ മുനവച്ച വാക്ക് നോവിച്ചെങ്കിലും സോനു അതൊട്ടും വകവച്ചില്ല. അച്ചായ, മധുരം ചേർക്കാത്ത കോഫി ഫ്ലാസ്കിൽ വാങ്ങി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? എടുത്തോളൂ, 2 ഗ്ലാസ്സിൽ, മാത്തുക്കുട്ടി പറഞ്ഞു. സോനു 2 ഗ്ലാസ്സുകളിൽ കാപ്പി പകർന്നു. ഒന്നെടുത്ത് മാത്തുക്കുട്ടി നൽകി. പിന്നെ കാപ്പിയുമായി ഷേർലിയുടെ അടുത്തെത്തി. എനിക്ക് വേണ്ട,
ഉച്ചത്തിൽ രോഷത്തോടെ ഷേർലി പറഞ്ഞു. സോനുവിന് മുഖത്തടിയേറ്റതുപോലെ പിന്തിരിഞ്ഞു. മമ്മി, റോണി വിളിച്ചു. എന്താടാ? മമ്മി എന്തിനാ ഇങ്ങോട്ട് വന്നേ? സോനുവിനെ വിഷമിപ്പിക്കാനോ? എനിക്ക് ഇഷ്ടമല്ലത്. ഇങ്ങനെയാണെങ്കിൽ മമ്മി പോയിക്കോടുന്ന്, റോണി ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഷേർലി ഒരു നിമിഷം സ്തബ്ധയായി നിന്നു. പിന്നെ വിങ്ങിപ്പൊട്ടി. മതിയായിടാ, തൃപ്തിയായിടാ. മമ്മിയെ നിനക്ക് വേണ്ടെന്നായില്ലേ? ഞാൻ ഇതും കരുതിയതാ. കൂടെ നിൽക്കുന്നത് വിഷപ്പാമ്പല്ലേ, എല്ലാം മുടിക്കും, എല്ലാവരെയും തീർക്കും. പലതും പറഞ്ഞുകൊണ്ട് ഷേർലി റോണിയുടെ അടുത്തു നിന്നും മാറി റൂമിലെ സെറ്റിയിൽ ചെന്നിരുന്നു. അച്ചായ, വരുമ്പോഴേ ഡോക്ടർ സിസ്റ്ററിനെ ചെന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അജേഷ് ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുമുണ്ട്, സോനു മാത്തുക്കുട്ടിയെ അറിയിച്ചു. ഞാൻ പോകാം. പെട്ടെന്ന് തന്നെ മാത്തുക്കുട്ടി പുറത്തിറങ്ങി ഡോക്ടർ സിസ്റ്റർ പവിത്രയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ അജേഷുമായി ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു സിസ്റ്റർ പവിത്ര. ഡോക്ടർ സക്രിയ മാത്യുവിൻ്റെ അഭിപ്രായം അവർ മാത്തുക്കുട്ടിയെ അറിയിച്ചു. മിസ്റ്റർ മാത്തുക്കുട്ടി, ഓപ്പറേഷൻ നടത്തണോ വേണ്ടയോ എന്ന തീരുമാനം താങ്കളാണ് എടുക്കേണ്ടത്. അത് ഉടനെ വേണം താനും, സിസ്റ്റർ പറഞ്ഞു. വികാരധീനനായ മാത്തുക്കുട്ടി നിമിഷങ്ങളോളം നിശബ്ദനായി തല താഴ്ത്തിയിരുന്നു. പിന്നെ മുഖമുയർത്തി. ഓപ്പറേഷൻ നടക്കണം സിസ്റ്റർ. സമ്മതപത്രം തയ്യാറാണെങ്കിൽ ഞാൻ ഒപ്പുവയ്ക്കാം, മാത്തുക്കുട്ടി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. ഡോക്ടർ സിസ്റ്റർ പവിത്രയുടെ ക്യാബിൽ നിന്നും മാത്തുക്കുട്ടി പുറത്തേക്കിറങ്ങി. വിരുദ്ധ ചിന്തകളാൽ മനം പൊള്ളിപ്പിടഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിലൂടെ അയാൾ മകൻ്റെ റൂമിന് നേർക്ക് നടന്നു. തല മരയ്ക്കുന്നത് പോലെയും ശരീരം തളരുന്നത് പോലെയും മാത്തുക്കുട്ടിക്ക് തോന്നി. താൻ ഒപ്പിട്ട് നൽകിയത് ഒരുപക്ഷെ മകൻ്റെ മരണ വാറണ്ടിലാകാം. ഒന്നുകിൽ റോണി രക്ഷപ്പെടണം. പരമദൈന്യത്തിലുള്ള ജീവിതത്തേക്കാൾ നല്ലത് മരണം തന്നെയാണെന്ന് മനസ്സ് പറഞ്ഞു. ഇപ്പോഴതിൽ കഠിനമായ കുറ്റബോധം തോന്നുന്നു. റോണിയുടെ റൂമിന് വെളിയിൽ സോനു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദുഃഖവും ഉത്കണ്ഠയും ഭയവും അവളുടെ മുഖത്തുണ്ട്. സോനു, നീ എന്തെവിടെ പുറത്തിറങ്ങി നിൽക്കുന്നേ? മാത്തുക്കുട്ടി അരികെയെത്തി ചോദിച്ചു. റോണിയുടെ മമ്മി എന്നോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞു. വേറെ പല കാര്യങ്ങളും എന്നെപ്പറ്റി പറഞ്ഞു. എല്ലാം സഹിച്ചു നിന്നപ്പം തള്ളി പുറത്താക്കി, സോനു വിഷമത്തോടെ പറഞ്ഞു. ഹോ, എന്തൊരു ഗതികേട്, മാത്തുക്കുട്ടി തലയിൽ സ്വയം പിടിച്ചു. അയാൾ ദീനനായി അവളെ നോക്കി. പിന്നെ വാത്സല്യത്തോടെ ഉരത്തിൽ കൈവച്ചു. സോനു മോളെ, അവളിങ്ങനെ ഓരോന്ന് പറയുന്നതോ ചെയ്യുന്നതോ മോള് ക്ഷമിക്കണം. വിവരമില്ലാഞ്ഞിട്ടാണ്. ചിലർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. നീ വന്നതിൽ പിന്നെയാ റോണിയുടെ മനസ്സിൽ ഇത്തിരി സന്തോഷമുണ്ടായത്. ഓപ്പറേഷൻ നടത്താൻ മാത്രം മെൻ്റൽ കറേജ് ഉണ്ടാക്കിയതും സോനുവാണ്. നാളെ തന്നെ ഓപ്പറേഷൻ നടക്കും. സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ഒരു കാര്യം കൂടി നിന്നോട് മാത്രം പറയുന്നു. ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. സാധ്യത കൂടുതലും റോണിയെ നഷ്ടപ്പെടാനാണ്. എൻ്റെ തീരുമാനം ശരിയോ തെറ്റോ എന്നറിയില്ല, മാത്തുക്കുട്ടിയുടെ ശബ്ദമിടറി. വിഷമിക്കാതെ ചെയ്യാം. എടുത്ത തീരുമാനം ശരിയാണ്. ദൈവം നമ്മളെ രക്ഷിക്കും. ഇവിടെ അടുത്തുള്ള പള്ളിയിൽ ഞാൻ കുർബാന നടന്നിട്ടുണ്ട്. കോൺവെൻറ്റിലെ സിസ്റ്റർമാരെയും കണ്ടു. ഓപ്പറേഷൻ്റെ ദിവസം നിത്യാരാധന നടത്താനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. റോണിക്ക് സുഖമാവും ഇച്ചായ, പേടിക്കരുത്, സോനു മാത്തുക്കുട്ടിയെ ധൈര്യപ്പെടുത്തി. സ്നേഹവാത്സല്യത്തോടെ മാത്തുക്കുട്ടി അവളെ നോക്കി. ഇവളോടാണല്ലോ ഷേർലി കുത്തുവാക്കുകൾ പറയുന്നത്. കുടുംബം തകർന്ന് അനാഥയായി ഒറ്റപ്പെട്ടിരിക്കുന്ന പാവം പെൺകുട്ടി. എല്ലാം മറന്ന് ഇവൾ തൻ്റെ മകനെ പരിചരിക്കുന്നു. ഷേർലി പക്ഷേ ഇവളെ കാണുന്നത് ഒരു കൊടും ശത്രുവിനെ പോലെയാണ്. സോനു, നാളെ രാവിലെ 9 മണിയാകുമ്പോൾ റോണിയെ റൂമിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ ഡോക്ടർമാരുടെ ഒബ്സർവേഷനിലായിരിക്കും. 12 മണിയോടെ ഓപ്പറേഷൻ ആരംഭിച്ചേക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. നീ അകത്തേക്ക് വാ. ഇനിയുള്ള സമയം നീ അടുത്തുള്ളത് അവന് വലിയ ആശ്വാസമായിരിക്കും, മാത്തുക്കുട്ടി പറഞ്ഞു. സോനു അനുസരണയോടെ അയാൾക്കൊപ്പം മുറിയിലേക്ക് കയറി ചെന്നു. ഷേർലി റോണിയുടെ അടുത്തിരുന്ന് കൈത്തണ്ടയിലും നെറുകയിലുമൊക്കെ തലോടുകയായിരുന്നു. അവൾ പെട്ടെന്ന് അടുത്തേക്ക് നീങ്ങി നിന്നു. എന്താ സോനു, എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നേ? റോണിയുടെ ശബ്ദം പതറി. ഇല്ലല്ലോ, ഞാൻ എപ്പോഴും ഇവിടെ തന്നെയുണ്ട്, അവൾ പറഞ്ഞു. റോണിയുടെ അടുത്തേക്ക് ഇത്തിരി നീങ്ങി നിൽക്കുകയും ചെയ്തു. അപമാനിക്കപ്പെട്ടതുപോലെ ഷേർലി പിടഞ്ഞെഴുന്നേറ്റു. രൂക്ഷമായി സോനുവിൻ്റെ നേർക്ക് നോക്കിയിട്ട് ഭിത്തിയോട് ചേർന്ന് കിടന്ന സെറ്റിയിൽ ചെന്നിരുന്നു. ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ അവർ അണയ്ക്കുന്നുണ്ടായിരുന്നു. ഷേർലിയുണ്ടായ ഭാവവ്യത്യാസം അവിടെയുണ്ടായിരുന്നവർക്കെല്ലാം ബോധ്യമായി. ആരും അത് വകവച്ചില്ല. പപ്പ, നാളെ എപ്പോഴാണ് എൻ്റെ ഓപ്പറേഷൻ? സിസ്റ്റർ പറഞ്ഞില്ലേ? 12 മണിയോടെ ആയിരിക്കും മോനെ. ടോണി ചേട്ടനെ വിവരം അറിയിച്ചായിരുന്നോ? റോണിയുടെ ആ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. അവൻ മുഖം ചരിച്ചു സോനുവിനെ തന്നെ നോക്കി കിടന്നു. പലതും അവളോട് അവന് പറയാനുണ്ട്. പക്ഷേ എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ എങ്ങനെ പറയും? മുറിയിൽ കനത്ത നിശബ്ദത തങ്ങി നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അജേഷും റിങ്കുമോളും മുറിയിലേക്ക് കയറി വന്നു. റിങ്കുമോളുടെ കയ്യിൽ ചില കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു. അജേഷിൻ്റെ മുഖത്ത് വല്ലാത്ത പിരിമുറുക്കം കാണാമായിരുന്നു. അജേഷേ, നീ എവിടെ പോയതാ? ഒക്കെ പറയാം, അങ്കിളൊന്ന് പുറത്തേക്ക് വരുമോ? അജേഷ് പറഞ്ഞു. മാത്തുക്കുട്ടി അപ്പോൾ തന്നെ അവൻ്റെ കൂടെ ഇടനാഴിയിലേക്ക് ഇറങ്ങി. എന്താ അജേഷേ ഇവിടെ പ്രശ്നം? അങ്കിൾ, ഈ ഷേർലി ആൻറ്റി ഇത്രയ്ക്കൊരു വൃത്തികെട്ട സാധനമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ആ സോനുവിനോട് എത്ര നീചമായിട്ടാണ് പെരുമാറുന്നത്. കണ്ണിൽ ചറിയില്ലാത്ത വാക്കുകളും പ്രവൃത്തിയും കണ്ടു സഹിക്കട്ടപ്പം ഞാൻ 2 വർത്താനം അങ്ങ് പറഞ്ഞു. എൻ്റെ ചങ്കു തകർക്കുന്ന ചിലത് ആൻറ്റി തിരിച്ചും പറഞ്ഞു.
അങ്കിൾ എന്താ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും പ്രതികരിക്കാതെ നിസ്സംഗനായി നിൽക്കുന്നേ? മാത്തുക്കുട്ടി വിരസമായി പുഞ്ചിരിച്ചു. അയാൾ അജേഷിനോട് അതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. തന്നെയും സോനുവിനെയും ബന്ധപ്പെടുത്തി ഷേർലി പറഞ്ഞുണ്ടാക്കിയ കഥയും മാത്തുക്കുട്ടി പറഞ്ഞു. എല്ലാം കേട്ടറിഞ്ഞ് അജേഷ് വാക്കുകൾ മുട്ടി നിന്നു. ഞാൻ എന്ത് ചെയ്യണം, നീ പറയ്. ഒടുവിൽ മാത്തുക്കുട്ടി അജേഷിനെ നോക്കി ചോദിച്ചു. ഞാൻ ഞാൻ ഇത്രയുമൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ, അജേഷ് ക്ഷമാപണം പോലെ പറഞ്ഞു. ഇനി 1-2 ദിവസം കൂടി, അതോടെ എല്ലാത്തിനും ഒരു തീരുമാനമാകും. മാത്തുക്കുട്ടി അജേഷിൻ്റെ ഉരത്തിൽ കൈയമർത്തി. അങ്കിളിന് അജേഷ് മാത്തുക്കുട്ടിയെ ഉറ്റുനോക്കി. ഇല്ലടാ, അവനെ തിരികെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നെഞ്ചിരുകുന്ന വേദനയോടെ മാത്തുക്കുട്ടി പറഞ്ഞു. നിമിഷങ്ങളോളം അവർ മൗനത്തിൽ മുഴുകി നിന്നു. എനിക്ക് അങ്കിളിനോട് ഒരു കാര്യം പറയാനുണ്ട്. അജേഷ് മൗനം മുറിച്ചു. പറയ്. മരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന റോണിയെ ഇപ്പോഴീ ഓപ്പറേഷന് സന്നദ്ധനാക്കിയതും അവനിത്തിരി സ്നേഹവും കാരുണ്യവും നൽകിയതും സോനു മാത്രമാണ്. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വിധം അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഷേർലി ആൻറ്റി അവൻ്റെ മുമ്പിൽ വച്ചാണ് അവളെ നിന്ദ്യമായി ആക്ഷേപിച്ചത്. തേവിടിച്ചെന്ന് വിളിച്ചു. അവളുടെ സകല ചരിത്രവും അറിഞ്ഞിട്ടുണ്ടെന്ന്, വാണിപക്കാരിയാണെന്ന്, തൊട്ടും ഒരുമിയും മകനെ വശീകരിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ എത്തിയതാണെന്ന്. ഒന്നും മിണ്ടാതെ അവൾ മുഴുവനും കേട്ടു. ഓപ്പറേഷൻ്റെ തലേദിവസമാണ് സോനുവിൻ്റെയും റോണിയുടെയും ഹൃദയം ആൻറ്റി ചവിട്ടി അരച്ചത്. അങ്കിളൊന്ന് ചെയ്യണം. ഇനിയും സോനുവിനെ അപമാനിക്കാൻ ഇടയാകരുത്, അല്ലെങ്കിൽ അവളെ മാന്യമായി ഇപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അജേഷ്, ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ മുറിയിൽ നിന്ന് ഇറക്കി വിടുന്നത് ഷേർലിയെ ആയിരിക്കും. സോനുവിനെ പറഞ്ഞു വിടാറായിട്ടില്ല. നാളെ എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾക്കൊപ്പം അവളും ഉണ്ടാകണം. നമുക്ക് അകത്തേക്ക് കയറാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അവനെ കണ്ടുകൊണ്ടിരിക്കണം, മാത്തുക്കുട്ടി പറഞ്ഞു. അവർ രണ്ടുപേരും തിരികെ റോണിയുടെ മുറിയിലേക്ക് കയറി. സോനു റോണിയുടെയും അരികെ കസേരയിട്ടിരിക്കുകയാണ്. ഷേർലിയെ റൂമിൽ കണ്ടില്ല. ബാത്റൂമിൽ നിന്നും ഷവർ പ്രവർത്തിക്കുന്ന ശബ്ദം കേട്ടു. റോണിയും സോനുവും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് അസ്വസ്ഥയായ ഷേർലി ബാത്റൂമിൽ കയറിയതാണെന്ന് വ്യക്തം. മാത്തുക്കുട്ടിയെയും അജേഷിനെയും കണ്ടു. സോനു കസേരയിൽ നിന്ന് എഴുന്നേറ്റു. റിങ്കുമോൾ കളിപ്പാട്ടങ്ങളുമായി ഓരോ പ്രവർത്തനങ്ങളിലാണ്. സോനു, നിങ്ങൾ വർത്തമാനം പറയും. ഞാനും അജേഷും പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം, മാത്തുക്കുട്ടി പറഞ്ഞു. സോനു സമ്മതഭാവത്തിൽ തലയാട്ടി. അജേഷ് റിങ്കുമോളെയും ഒപ്പം കൂട്ടിയാണ് മാത്തുക്കുട്ടിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിയത്. റോണിക്കിപ്പോൾ ഏറ്റവും ആവശ്യം സോനുവിൻ്റെ സ്നേഹവും അവളുടെ ധൈര്യപ്പെടുത്തലുമാണെന്ന് മാത്തുക്കുട്ടിയും അജേഷും മനസ്സിലാക്കി. മകനെ നോക്കിയിരിക്കാനുള്ള ആഗ്രഹവും മാത്തുക്കുട്ടി ഉപേക്ഷിക്കുകയായിരുന്നു. റൂമിൽ റോണിയും സോനുവും തനിച്ചായി. അവളോടുള്ള തീവ്ര സ്നേഹത്തിൻ്റെ വേലിയേറ്റമായിരുന്നു റോണിയുടെ ഹൃദയമാകെ. മമ്മി അവളെ ആക്ഷേപിച്ചതിലുള്ള സങ്കടവും പശ്ചാത്താപവും മനസ്സിനെ മതിച്ചു. സോനു, ക്ഷമിക്കണേ എന്നോട്, അവൻ പറഞ്ഞു. എന്തിന്? റോണി എന്ത് തെറ്റ് ചെയ്തിട്ട്? എൻ്റെ മമ്മി എന്തെല്ലാം ക്രൂരവാക്കുകളാണ് സോനുവിനോട് പറഞ്ഞത്. റോണിയുടെ മമ്മി പറഞ്ഞത് പലതും ശരിയാ. മറ്റുള്ളവരും മുമ്പ് ഇതൊക്കെ പറഞ്ഞത് ആക്ഷേപിച്ചിട്ടുള്ളതാ. അല്ല, എൻ്റെ സോനു തേവിടിച്ചയല്ല, മാലകയാണ്, വിശുദ്ധയാണ്, അൽഫോൺസാമ്മയെ പോലെ. മമ്മി പറഞ്ഞ ചീത്ത വാക്കുകൾക്കൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരും. ദൈവശിക്ഷയും ഉണ്ടാകും, ഉറപ്പാ. അയ്യോ, അങ്ങനെയൊക്കെ പറയാതെ മമ്മിയെപ്പറ്റി. നമുക്കതൊക്കെ മറന്നു കളയാം. റോണി വേറൊരാളില്ലേ? ആ കക്ഷിയെക്കുറിച്ച് ഓർത്താലോ? സോനു വിഷയം മാറ്റാനായിട്ടാണത് പറഞ്ഞത്. റോണിയുടെ മനസ്സിലിപ്പോൾ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് വേണ്ടത്, ഉത്കണ്ഠകളും വേദനകളുമല്ല. സോനു ഉദ്ദേശിച്ചത് റിൻസിയുടെ കാര്യമല്ലേ? അതെ, മുമ്പും ഒരു തവണ സോനു ഇത് സൂചിപ്പിച്ചിരുന്നു. സത്യമായിട്ടും ഞാൻ അവളെക്കുറിച്ചിപ്പോൾ ഓർക്കാറേയില്ല. കുറേ ദിവസങ്ങളിൽ അവൾ മാത്രമാണ് മനസ്സിൽ നിറഞ്ഞു നിന്നത്. റിൻസി ഇപ്പോൾ മറ്റാരുടെയെങ്കിലും ഭാര്യയായിട്ടുണ്ടാകും. അവർ ഹണിമൂൺ ആഘോഷിച്ച് നടക്കുകയാവും. ഈ ഭൂമിയിൽ ഇത്തിരി കാലം കൂടി ജീവിച്ചിരിക്കാനുള്ള പോരാട്ടം നടത്തുന്ന എനിക്ക് എൻ്റെ കാവൽ മാലാകയാണ് വലുത്. മനസ്സിലായിട്ടില്ലേ ഇതുവരെ? അവൻ സൂചിപ്പിച്ചത് തന്നെക്കുറിച്ചാണെന്ന് സോനുവിന് ബോധ്യമായി. തീക്ഷ്ണവും മധുരതരവുമായ ഒരു നൊമ്പരവും ഒപ്പം ഒത്തിരി ഭയാശങ്കകളും അവളെ ഗ്രസിച്ചു. സോനു പെട്ടെന്ന് അവന് നേർക്കുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു. രാത്രി 8 മണി. റോണിയുടെ മുറിയിൽ നിന്നും ഹോട്ടലിലേക്ക് മടങ്ങാനായി മാത്തുക്കുട്ടിയും അജേഷും റിങ്കുമോളും തയ്യാറായി നിൽക്കുകയാണ്. ഷേർലി റോണിയുടെ അടുത്തേക്ക് ചെന്നു. മോനെ, ഇന്ന് രാത്രി നിനക്ക് കൂട്ടിന് ഞാനിവിടെ നിൽക്കാം. മറ്റുള്ളവർ ഹോട്ടലിൽ പോയി താമസിക്കട്ടെ, ഷേർലി പറഞ്ഞു. മമ്മി, ഇതുവരെ എന്നും സോനു അല്ലേ എനിക്കിവിടെ കൂട്ടിനുണ്ടായിരുന്നത്. ഇന്നിത് അവസാന ദിവസമാ. അവൾ മതി, എല്ലാവരും പോയിക്കോളൂ, റോണി പറഞ്ഞു. ഷേർലി മുഖത്തടിയേറ്റതുപോലെ വെട്ടിത്തിരിഞ്ഞു. രാവിലെ 9 മണി. റോണിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള സ്ട്രെച്ചർ റൂമിലെത്തി. മാത്തുക്കുട്ടിയും ഷേർലിയും അജേഷും സോനുവും റിങ്കുമോളും അവിടെയുണ്ടായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. റോണി ഓരോ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി. ഹൃദയം കഥനസാഗരമായി. ഇനിയും ഇവരെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുമോ? അവൻ്റെ നോട്ടം വീണ്ടും സോനുവിൻ്റെ നേർക്കായി. ഒരുപാട് അർത്ഥമുള്ള നോട്ടം. സ്നേഹവും നന്ദിയും കടപ്പാടും യാത്ര ചോദിക്കലുമെല്ലാം റോണിയുടെ മിഴികളിലുണ്ടായിരുന്നു.
മെയിൽ നഴ്സുമാർ ബെഡിൽ നിന്നും അവനെ ശ്രദ്ധയോടെ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി. ഏതോ ഉൾപ്രേരണയാൽ സോനു പെട്ടെന്ന് അടുത്തു ചെന്നു. റോണി, ഞാനുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്, ഒന്നും പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. റോണിക്ക് അവൻ നേരിടാൻ പോകുന്ന വലിയ പരീക്ഷണത്തിന് ഉൾക്കരുത്തായി സോനുവിൻ്റെ സ്നേഹസമ്മാനം. സ്ട്രെച്ചർ ഉരുണ്ടു നീങ്ങി ഒബ്സർവേഷൻ റൂമിലേക്ക്. അജേഷ് മാത്തുക്കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി. അങ്കിൾ, 12-12-നാണ് ഓപ്പറേഷൻ. അത് തീരാൻ മണിക്കൂറുകളെടുക്കും, അവൻ പറഞ്ഞു. മാത്തുക്കുട്ടി അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അയാൾ നിർവികാരനായിരുന്നു. ഓപ്പറേഷൻ്റെ റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് മുൻവിധിയുണ്ട്. മനസ്സിലൂടെ കടന്നുപോയത് മകൻ്റെ മരണാനന്തര ചടങ്ങുകളെപ്പറ്റിയുള്ള ചിന്തകളായിരുന്നു. അങ്കിൾ, ഇവിടെ എങ്ങനെ എത്ര നേരമാണ് ഇരിക്കുക? ഹോട്ടലിൽ ചെന്ന് വിശ്രമിക്കരുതോ? അജേഷ് ചോദിച്ചു. ഇവിടെ ആൾ വേണ്ടേ? എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ? ഞാനും സോനുവും ഉണ്ടല്ലോ. എടാ, ഓപ്പറേഷൻ്റെ വിവരങ്ങൾ എപ്പോഴറിയാൻ പറ്റും? മിക്കവാറും രാത്രി ഒരു നേരമാകും. എനിക്കിനി എങ്ങോട്ടും പോകണമെന്നില്ലടാ, ഇവിടെ എങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, മാത്തുക്കുട്ടി പരീക്ഷണനായി പറഞ്ഞു. പപ്പ, റോണി അങ്കിളിനെ എവിടെ കൊണ്ടുപോയതാ? റിങ്കുമോൾ തിരക്കി. ഓപ്പറേഷൻ ചെയ്യാനാ മോളെ. എങ്ങനെയാ ഓപ്പറേഷൻ ചെയ്യുന്നത്? അത് ഡോക്ടർമാർക്ക് അറിയത്തുള്ളൂ മോളെ. ഒത്തിരി വേദന എടുക്കുമോ? വേദന എടുക്കും. റോണി അങ്കിൾ കരയുമോ? ഈ പെണ്ണിൻ്റെ ഒരു സംശയം. നീ ഇനി കുറച്ചു നേരം ആൻറ്റിയുടെ അടുത്തിരിക്കേ. അജേഷ് റിങ്കുമോളെയോ എടുത്ത് ഷേർലിയുടെ അടുത്ത് കൊണ്ടിരുത്തി. ഷേർലി അവളെ ചേർത്തണയ്ക്കുകയും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. സോനു അപ്പോൾ വാതിലിനോട് ചേർന്നുള്ള ഭിത്തിയിൽ ചാരി നിൽക്കുകയായിരുന്നു. അവളുടേത് ഒരു അനാവശ്യ സാന്നിധ്യമാണെന്ന മട്ടിൽ ഷേർലിയിൽ നിന്നും ചില രൂക്ഷമായ നോട്ടവും ഉണ്ടാകുന്നുണ്ട്. അജേഷ് സോനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. സോനു, നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ? അജേഷ് ചോദിച്ചു. വരാം അജേഷ് ഏട്ടാ. മനം മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നൊരു മോചനം കിട്ടിയതുപോലെ സോനു അവനൊപ്പം റൂമിൽ നിന്നിറങ്ങി. ലിഫ്റ്റ് ഉപയോഗിക്കാതെയാണ് ഫ്ലോറിലേക്ക് അവർ നടന്നിറങ്ങിയത്. നമുക്ക് കാൻറ്റീനിൽ പോകാം, എനിക്ക് സോനുവിനോട് കാര്യം പറയാനുണ്ട്, അജേഷ് സൂചിപ്പിച്ചു. അവൾ അവനോടൊപ്പം കാൻറ്റീനിലേക്ക് നടന്നു. ഹോസ്പിറ്റൽ കാൻറ്റീൻ്റെ തിരക്ക് കുറഞ്ഞ ഭാഗത്ത് അജേഷും സോനുവും ഇരിപ്പിടം പിടിച്ചു. ചായ ഓർഡർ ചെയ്തു. സോനുവിനോട് റോണിയുടെ ഓപ്പറേഷനെ പറ്റി മാത്തുക്കുട്ടി അങ്കിള് എന്തെങ്കിലും പറഞ്ഞോ? അപ്പച്ചന് ഒട്ടും പ്രതീക്ഷയില്ലെന്ന് തോന്നി. ഡോക്ടർമാരുടെ നിഗമനം അതാ. സിസ്റ്ററിന് മാത്രം വലിയ പ്രതീക്ഷയുണ്ട്. അവനുവേണ്ടി നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തെന്ന ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ. ഒരു തരത്തിൽ ഇങ്ങനെ കുറേ കാലം കിടന്നുള്ള ജീവിതം എന്തൊരു ദുരിതമാണ്. നമ്മൾ ഒരു ദുഃഖവാർത്ത തന്നെ പ്രതീക്ഷിക്കണം. സോനുവിന് പിടിച്ചു നിൽക്കാൻ കഴിയണം. സോനു വിഹ്വലയായി അവനെ നോക്കി. പിന്നെ തലകുനിച്ച് ശബ്ദം വരുന്നു. ചായ കൊണ്ടുവന്നു വെച്ചിട്ടും ഏറെ നേരം സോനുവിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സോനു, അജേഷ് അവളെ തട്ടി വിളിച്ചു. അവൾ മുഖമുയർത്തി. നീ റോണിയെ സ്നേഹിച്ചു പോയി അല്ലേ? സോനു തലയാട്ടി സമ്മതിച്ചു. റോണിക്ക് സുഖമാകുമെന്നും നിന്നെ വിവാഹം കഴിക്കുമെന്നും ഒക്കെ കരുതിയോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. സുഖമാകണമെന്ന് ആഗ്രഹിച്ചു. ഡോക്ടർ സിസ്റ്റർ പറഞ്ഞത് റോണിക്ക് സ്നേഹം നൽകണമെന്നാണ്. സ്നേഹം അഭിനയിക്കാൻ എനിക്കറിയില്ലായിരുന്നു. റോണി എന്നെ വിവാഹം ചെയ്യുമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. സോനുവിന് വിവാഹത്തെക്കുറിച്ച് ഒരു സ്വപ്നവുമില്ലേ? അജേഷേട്ടാ, എൻ്റെ മുമ്പിലെ പ്രശ്നം ജീവിതമാണ്. എൻ്റെ സാഹചര്യങ്ങൾ പലതും അറിയാവുന്നയാളല്ലേ. നാളെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരു പെണ്ണ ഞാൻ. എനിക്കറിയാം, ഇനി 1-2 ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഒന്നിച്ചിവിടെ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൻ്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന് വേണ്ടി ഇങ്ങനെയെല്ലാം ചെയ്യാൻ സോനുവിന് കഴിഞ്ഞു. തന്നെക്കുറിച്ച് എനിക്ക് അതിശയം തോന്നുന്നു. അതിശയിക്കാനൊന്നുമില്ല. സാഹചര്യങ്ങളാണ് നമുക്ക് പ്രാപ്തി തരുന്നത്. മോഹനൻ ചേട്ടൻ ഇവിടെ വന്ന് ബസ് സ്റ്റാൻഡറായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു. ഈ ജോലിയിൽ എനിക്കൊരു മുൻ പരിചയവുമില്ല. പിന്നെ ഇങ്ങനെയൊരു സഹായം ചെയ്താൽ മാത്തുക്കുട്ടി ചായൻ മറ്റെവിടെയെങ്കിലും ഒരു ജോലി വാങ്ങി തരുന്നേക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോഴിവിടെ അങ്ങനെയൊരു കാര്യം സൂചിപ്പിക്കാൻ പോലും ആകാത്ത അവസ്ഥയുമാണ്, സോനു പറഞ്ഞു. പിന്നെ അവർക്കിടയിലൂടെ ചില മൗന നിമിഷങ്ങൾ കടന്നുപോയി. സോനു, ചായ കുടിക്കേ, തണുത്തു കാണും അത്, അജേഷ് ഓർമ്മിപ്പിച്ചു. അവൾ ജോലി തീർക്കാൻ എന്ന പോലെ ഗ്ലാസ്സിലെ ചായ പെട്ടെന്ന് കുടിച്ചു തീർത്തു. സോനു, ജീവിതം ഒരു രോഗമാണെന്ന് ഏതോ കവി എഴുതിയിട്ടുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആർക്കാണ് സുഖം, സന്തോഷം, സംതൃപ്തി? ഓരോ മനുഷ്യനും ഓരോ വിധത്തിലുള്ള കഷ്ടതകളുടെയും ദുഃഖത്തിൻ്റെയും തടവിലാണ്. മാത്തുക്കുട്ടിയങ്കിളുടെയും റോണിയുടെയും എൻ്റെയുമൊക്കെ ജീവിതം നോക്ക്. പണമില്ലാഞ്ഞിട്ടല്ല, സൗഭാഗ്യങ്ങൾ വന്നു ചേരാഞ്ഞിട്ടല്ല. റോണിയെ വകവരുത്തി സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ടോണി കോടീശ്വരനായിട്ടും തൃപ്തിയില്ല. വെട്ടിപ്പിടിക്കുന്നതൊക്കെ അനുഭവിക്കാനൊരു സന്തതി പോലുമില്ല. അവനാണ് അനുജനെ കശാപ്പ് ചെയ്യാൻ ക്രിമിനലിനെ ഏർപ്പാട് ചെയ്തത്. അജേഷ് ചേട്ടൻ ഇങ്ങനെ നിരാശപ്പെടാതെ. ലിയ ചേച്ചിയെ നഷ്ടപ്പെട്ടെങ്കിലും അതേ മുഖവും ചിരിയും ഓമനത്വവും ഒക്കെയുള്ള റിങ്കുമോളില്ലേ സ്നേഹിക്കാൻ. മോളുണ്ട്. സ്നേഹിച്ചു തുടങ്ങിയപ്പോഴും ഒന്നിച്ച് ജീവിച്ചപ്പോഴും ലിയ തന്ന സ്നേഹമുദ്രകളും ഹൃദയത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. റിങ്കുമോൾക്ക് എന്തോ സോനുവിനോട് വലിയ സ്നേഹമാണ്. ആരോടും അങ്ങനെ എളുപ്പം അടുക്കുന്ന സ്വഭാവം അവൾക്കില്ല, അജേഷ് പറഞ്ഞു. സോനു സങ്കടഭാവത്തിൽ പുഞ്ചിരിച്ചു. നമ്മൾ പോന്നപ്പോൾ അവളെ കൂടി കൊണ്ടുപോരാമായിരുന്നു, സോനു സൂചിപ്പിച്ചു.
അല്പം ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതി. മോൾ കേൾക്കാൻ കൊള്ളാത്തതൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ അജേഷ് ഏട്ടാ. സോനുവിനോട് പറയണമെന്ന് കരുതിയ ഒരു കാര്യമുണ്ട്. അരുതെന്ന് മനസ്സ് വിലക്കി. എന്താണെങ്കിലും പറയാമായിരുന്നു. ഓ, എന്തിനു വെറുതെ, അതൊന്നും ഒരിക്കലും ശരിയാവില്ല. അജേഷ് മടിച്ചു. എങ്കിലും നമുക്ക് പോകാം. പള്ളിയിൽ ചെന്ന് റോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സോനു പറഞ്ഞു. ബില്ല് പേ ചെയ്ത് പുറത്തിറങ്ങി 2 ഫർലോങ് അകലെ ചെറിയ കുന്നിൻ ചെരുവിലുള്ള ദേവാലയത്തിലേക്ക് അവർ നടന്നു. രാത്രി 7 മണി. റോണിയുടെ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. തിയേറ്ററിന് വെളിയിൽ മാത്തുക്കുട്ടിയും ഷേർലിയും അജേഷും സോനുവും റിങ്കുമോളുമുണ്ട്. റിങ്കുമോൾ സോനുവിൻ്റെ മടിയിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. വിവരമൊന്നും ഇതുവരെ നമ്മളെ അറിയിച്ചിട്ടില്ല അജേഷ്, മാത്തുക്കുട്ടി ആകെ അസ്വസ്ഥനായി പറഞ്ഞു. വളരെ കോംപ്ലിക്കേറ്റഡായ ഓപ്പറേഷനല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാം, അവർ പറഞ്ഞു. വായ അല്പം പിളർന്ന് സോനുവിൻ്റെ മടിയിൽ കിടന്നിറങ്ങുന്ന തൻ്റെ മകളെ അജേഷ് വാത്സല്യത്തോടെ നോക്കി. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും തൻ്റെ മകൾ കൊതിക്കുന്നുണ്ടാകും. കുഞ്ഞു പ്രായത്തിലെ അമ്മ നഷ്ടപ്പെട്ട റിങ്കുമോൾ എത്ര ഭാഗ്യം കെട്ടവളായിപ്പോയി. മകൾ സോനുവിനോട് കാട്ടുന്ന സ്നേഹവും അടുപ്പവുമാണ് മുമ്പൊരിക്കലും ഉണ്ടാകാത്ത ചിന്തകൾ മനസ്സിലുണർത്തിയത്. ആശുപത്രിയിൽ നിന്ന് പിരിയും മുമ്പ് അവളെ വിവരമറിയിക്കണമെന്നും കരുതി. കഴിഞ്ഞില്ല. ഒരു തരത്തിൽ സ്വയം നിയന്ത്രിച്ചത് നന്നായി. സോനുവിൻ്റെ മുമ്പിൽ പരിഹാസ്യനാകാതെ രക്ഷപ്പെട്ടു. പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. മാത്തുക്കുട്ടിയും ഷേർലിയും അജേഷും സോനുവും ഓടിയെടുത്തു. ആദ്യം പുറത്തു വന്നത് ഡോക്ടർ സിസ്റ്റർ പവിത്രയാണ്. അവരുടെ മുഖം ക്ഷീണിതമെങ്കിലും പ്രസന്നമായിരുന്നു. ഓപ്പറേഷൻ വിജയിച്ചു. റോണി ഇപ്പോൾ സുബോധത്തിലാണ്. ഒരു 2 ദിവസത്തിനുള്ളിൽ അവന് എഴുന്നേൽക്കാനും നടക്കാനും കഴിയും, സിസ്റ്റർ പവിത്ര പറഞ്ഞു. മാത്തുക്കുട്ടിയും ഷേർലിയും സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അജേഷ് ആഹ്ലാദത്തോടെ സോനുവിനെ നോക്കി. അവളുടെ മിഴികളും നിറഞ്ഞൊഴുകുകയാണ്. തൻ്റെ ജപമാലയിലെ കുരിശ് രൂപത്തിൽ അവൾ അമർത്തി ചുംബിച്ചു. പിന്നെയും പിന്നെയും. ഡോക്ടർ, ഞങ്ങൾക്ക് അവനെ കയറി കാണാമോ? മാത്തുക്കുട്ടി ചോദിച്ചു. തൽക്കാലം കാണാൻ പറ്റില്ല. വളരെയേറെ കെയർ ചെയ്യേണ്ട മണിക്കൂറുകളാണിത്. 2 ദിവസത്തിന് ശേഷം അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ എല്ലാവരെയും അകത്ത് കയറ്റുന്നുണ്ട്. മതി, അത് മതി. ഒരു തിടക്കവുമില്ല ഡോക്ടർ. ഇങ്ങനെയൊരു നല്ല വാർത്തയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. രക്ഷിച്ചു. കൈവിട്ടില്ല ദൈവം, മാത്തുക്കുട്ടി വികാരാധീനായി പറഞ്ഞു. സോനു, ഇങ്ങ് അടുത്തു വന്നേ. അല്പം അകന്നു നിന്നിരുന്ന സോനുവിനെ ഡോക്ടർ സിസ്റ്റർ പവിത്ര വിളിച്ചു. അവൾ മെല്ലെ അടുത്തു ചെന്നു. എന്താ സിസ്റ്റർ? അവൾ തിരക്കി. സോനു, എൻ്റെ പ്രൊഫസറുടെ വിരലുകൾ അതിശയകരമായ സാമർഥ്യമാണ് ഓപ്പറേഷനിൽ പ്രകടിപ്പിച്ചത്. അതോടൊപ്പം റോണിയുടെ ബോഡി റിയാക്ഷനും അത്ഭുതകരമായിരുന്നു. അദ്ദേഹം അത് പ്രത്യേകം പറഞ്ഞു. റോണിക്ക് അതിന് കഴിഞ്ഞതിന് കാരണം നീയാണ്. നിന്റെ സ്നേഹം, ആത്മാർത്ഥത, പ്രാർത്ഥന, അതാണ് അവനെ രക്ഷിച്ചത്, നമ്മളെ വിജയിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞ് സോനുവിനെ സിസ്റ്റർ ഗാഠം പുണർന്നു. പിന്നെ സിസ്റ്റർ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സോനുവിൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവൾക്ക് നടുക്കമാണുണ്ടായത്. ഫോൺ ശബ്ദിക്കുന്നതൊക്കെയും ദുരന്തങ്ങൾ അറിയിക്കാൻ മാത്രമാണ്. ചേട്ടൻ, ശൈല ചേച്ചി, അനുവും വിനുവും. അവൾ ഫോൺ ഓണാക്കി ചെവിയോട് ചേർത്തു. ഹലോ, ഇത് കോട്ടയത്ത് ശാന്തി നിലയത്തിൽ നിന്നും സിസ്റ്ററാണ്. സോനുവല്ലേ എടുത്തിരിക്കുന്നത്? അതെ അതെ സിസ്റ്റർ. നിന്റെ അമ്മ ഇന്ന് 3 മണിക്ക് മരിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന മറ്റു നമ്പറുകളിലൊക്കെ വിളിച്ചു. ആരും എടുത്തില്ല. സംസ്കാരത്തിന് എത്തുമോ എന്നറിയിക്കണം. അറിയിക്കാം, പെട്ടെന്ന് അറിയിക്കാം സിസ്റ്റർ. അങ്ങനെ പറഞ്ഞ് അവൾ ഫോൺ ഓഫാക്കി. പിന്നെ ഏകാശ്രയം എന്നോണം അജേഷിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. കഥ തുടരും.